തൃശൂർ പൂര ദിവസം കുഴപ്പമുണ്ടാക്കിയെന്ന് വ്യക്തമാക്കി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കൽ 2024 തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തിയെന്ന് അജിത് കുമാറിന്റെ കണ്ടെത്തൽ. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. എന്നാൽ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്ത് വന്നു. മതിയായ തെളിവുകളില്ലാതെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ടെന്നും ദേവസ്വങ്ങളുടെ മുകളിൽ പഴി ചാരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. കെ ഗിരീഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ശരി, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതിനു മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശും തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ചേർന്നു. ആദ്യം അഞ്ജു ജയപ്രകാശിലേക്ക്. അഞ്ജു, അജിത് കുമാറിന്റെ തിരുവമ്പാടി ദേവസ്വത്തെ പഴിച്ചുള്ള ഈ റിപ്പോർട്ട് തള്ളിയാണ് DGP ഒരു കവറിംഗ് ലെറ്റർ മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ത്രിതല അന്വേഷണം നടക്കുകയുമാണ്. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരാനിടയായ സാഹചര്യം എന്താണ്? ഇതിൽ BJPക്കെതിരെ ഒന്നും പറയുന്നില്ലല്ലേ? പോലെ ഏത് ഗൂഢാലോചന നടത്തിയ കാര്യം കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ആ നടത്തിയത് ആരാണെന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള സൂചനകളൊന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അത് ആദ്യം ഈ DGP അതായത് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടും, ഒപ്പം രണ്ടാമതായിട്ട് കഴിഞ്ഞ ദിവസം വന്ന വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്, ഇപ്പോഴിതാ ഈ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ആ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് നേരത്തെ DGPക്ക് മുമ്പിൽ സമർപ്പിച്ചതായിരുന്നു. അത് DGP തള്ളിക്കളഞ്ഞതുമാണ്. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടിൽ നേരത്തെ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഈ തിരുവമ്പാടി ദേവസ്വം ആണ് ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചില തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തിയെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൂരം കലക്കൽ നടന്നിട്ടുള്ളത് എന്നത് റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും എതിരെ ഒരു വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ ഒക്കെ പേരെടുത്ത് പറയുന്ന ഈ റിപ്പോർട്ടിൽ ഈ ഗൂഢാലോചന നടത്തിയത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി വിവരമില്ല. പക്ഷേ RSS നേതാവായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയും ഒപ്പം തന്നെ BJP നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ, ഇവരുടെയൊക്കെ പേരുകൾ അത് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദേവസ്വം ഭാരവാഹികളുടെ ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള BJPയുടെ പേര് അതെവിടെയും പരാമർശിക്കാതെയാണ് ഈ റിപ്പോർട്ട് DGPക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ RSS നേതാക്കളുമായിട്ടുള്ള ADGP എം.ആർ. അജിത് കുമാറിന്റെ ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വലിയ വിവാദമുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഈ വിമർശനം വലിയ തരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. BJPയുടെ പേര് എവിടെയും പരാമർശിക്കാതെയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നേരത്തെ DGPക്ക് കൈമാറിയിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം പറയുന്നത് ഈ അങ്കിത അശോകിന്റെ കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കമ്മീഷണറായിരുന്നിട്ടുള്ള അങ്കിത് അശോകിനോടുള്ള ഒരു നീരസം അത് ചില പോലീസുകാർക്കുണ്ടായിരുന്നു. പൂര വിഷയം വന്ന ഘട്ടത്തിൽ അത് കൃത്യമായി അങ്കിത് അശോകിനെതിരെ ഉപയോഗിക്കുകയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അട്ടിമറി സൂചനകൾ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്, അതായത് ഇന്റലിജൻസ് ഒരു വിവരങ്ങളും നൽകിയിട്ടില്ലെന്നും ഈ റിപ്പോർട്ട് കൃത്യമായി പറയുന്നു. അത് ഇന്റലിജൻസിന്റെ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് അതിന്റെ വീഴ്ചകൾ ഒക്കെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ റിപ്പോർട്ടിൽ ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആരാണെന്നുള്ള വ്യക്തതക്കുറവൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം DGP ഇത് തള്ളുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ അജിത് കുമാർ ഈ റിപ്പോർട്ട് വീഴ്ചയുണ്ടാവുന്ന ഘട്ടത്തിൽ അജിത് കുമാർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DGP ചോദിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു ത്രിതല അന്വേഷണം ഒടുവിൽ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ADGPയുടെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. സേതു. ശരി അഞ്ജു, ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ പ്രതികരണം ന്യൂസ് മലയാളത്തിൽ ലഭ്യമാണ്. അതിലേക്ക്.
കേരളത്തിലെ പോലീസാണ് ഏറ്റവും നല്ല പോലീസ് എന്ന് പറഞ്ഞാൽ ആ പ്രൗഢിയുള്ള ആ പോലീസിൻ്റെ മേലധികാരി തന്നെ പറയാണ് ഇത് ഒരു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികളാണിത് കലക്കിയത് എന്ന് പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫോഴ്സും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടും ഇത്രയും നാൾ ഒരാഴ്ച മുന്നേ അതിൻ്റെ ഒരു മാസം മുന്നേ മന്ത്രിതലത്തിലും എല്ലാ തലങ്ങളിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. എന്നിട്ടും ഈ കലക്കണ തീരുമാനം അവർ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ദയനീയ പരാജയമാണ് കേരള പോലീസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയിപ്പോൾ കേരള പോലീസിനെ കൊണ്ടല്ല അത് പറയിപ്പിക്കേണ്ടത്. ഇനി ഇത് CBIക്ക് വിടണം. ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തത് എന്നുള്ളത് CBI അന്വേഷിക്കട്ടെ. എന്ത് നിയമ നടപടികൾക്കും തിരുവമ്പാടി ദേവസ്വം തയ്യാറാണ്. ശരി, ലെവിൻ കെ വിജയൻ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഈ VS സുനിൽകുമാർ അടക്കം പറയുന്നത് പൂരം കലക്കി BJPയെ ജയിപ്പിച്ചു എന്നാണ്. ഇതിലെ വസ്തുതകൾ പുറത്തു വരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അജിത് കുമാറിന്റെ ആ പങ്കും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപവും ശക്തമാണ്. അപ്പോൾ നിലവിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഈ റിപ്പോർട്ടിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിരൂക്ഷമായ വിമർശനത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടി പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം ശ്രമിച്ചു എന്നടക്കമുള്ള പരാമർശം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടെന്താണ്? സേതു, തിരുവമ്പാടി ദേവസ്വം തുടക്കം മുതൽ സ്വീകരിക്കുന്ന നിലപാടാണ് പോലീസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ. പോലീസ് 2023-ലും 2024-ലും തുടർച്ചയായി 2 വട്ടം ഇടപെട്ട് പൂരം അലങ്കോലമാക്കാൻ പ്രത്യേകമായ ശ്രമം നടത്തി എന്നുള്ളൊരു ആരോപണമാണ് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഒക്കെ ഉന്നയിച്ചിരുന്നത്. നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക ഇടപെടലുകളും ചില വഴിവിട്ട നീക്കങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുള്ള ഒരു ആരോപണങ്ങളും രാഷ്ട്രീയ കോണുകളിൽ നിന്നടക്കം ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരുവമ്പാടി ദേവസ്വം തുടക്കം മുതൽ ഈ പോലീസിന്റെ മേൽ പഴിചാരിക്കൊണ്ടുള്ള ആരോപണങ്ങൾ നടത്തിയിരുന്നത്. അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. കാരണം ADGP ഇത്ര വിശദമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ തിരുവമ്പാടി ദേവസ്വത്തെ മാത്രം പ്രതിയാക്കി അതിന്റെ അന്വേഷണത്തിന്റെ അവസാനം തങ്ങളെ കുറ്റക്കാരാക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി ഈ ADGPയുടെ റിപ്പോർട്ട്, അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയതിനു ശേഷമാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ADGPയുടെ കണ്ടെത്തലുകൾ അദ്ദേഹത്തിന്റെ മാത്രം കണ്ടെത്തലുകളാണ്. കേരള പോലീസ് ഇത്ര വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ഇതിന് പിന്നിലുള്ള പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത് ലജ്ജാവഹമാണെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പോലീസ് അന്വേഷിച്ചാൽ, കേരള പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായൊരു ഫലം ഉണ്ടാകില്ല, അല്ലെങ്കിൽ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണങ്ങൾ വ്യക്തമാവില്ല. അതിന് പകരം CBIയോ കേന്ദ്ര ഏജൻസികളോ ഈ കേസ് അന്വേഷിക്കണം. ശരിയാണെങ്കിൽ ആ ശരികൾ എന്തെല്ലാമാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. തങ്ങൾക്ക് ഇത് അടക്കം നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന്റെ തുടർന്ന് നീക്കങ്ങൾ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അജിത് കുമാറിന്റെ റിപ്പോർട്ട് പ്രകാരം പുതിയ കേസുകളിൽ തങ്ങൾ പ്രതിയാകുമോ എന്നുള്ള ആശങ്കയും ഗിരീഷ് കുമാർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ തുടക്കം മുതൽ തന്നെ ഈ പൂരവിവാദമുണ്ടായി 7-ാം മാസത്തിലും തുടക്കം മുതൽ തന്നെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് തിരുവമ്പാടി ദേവസ്വവും ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട ദേവസ്വം ഭാരവാഹികളുമാണ്. ഇവരെ തന്നെ വീണ്ടും ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത് അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും ഗിരീഷ് കുമാർ പറയുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഈ ADGPയുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം ഒരു ഘട്ടത്തിലും കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു നീരസം കൂടി ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. 2 സംഘങ്ങൾ മാത്രമാണ്, അതായത് 3 ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി ADGP മനോജ് എബ്രഹാം, ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായിട്ടുള്ള മനോജ് എബ്രഹാം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും അതോടൊപ്പം തന്നെ വെങ്കടേഷ്, ADGP ആയിട്ടുള്ള വെങ്കടേഷ് ഈ പൂരം നടത്തിപ്പിൽ എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ടോ, ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടത്തുന്നു. ADGP അജിത് കുമാറിന്റെ അന്വേഷണത്തിലും തുടർന്നുണ്ടായ വീഴ്ചകളിലും പൂരം നടന്ന ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ അടക്കം എത്തി സാന്നിധ്യം അടക്കമുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംസ്ഥാന പോലീസ് മേധാവിയും അന്വേഷിക്കുന്നു. പക്ഷേ ഇതുവരെയും 2 സംഘങ്ങൾ മാത്രമാണ് തങ്ങളുടെ മൊഴിയെടുത്തത്. മറ്റൊരു സംഘം കൂടി മൊഴിയെടുക്കാനുണ്ട്. ഈ ത്രിതല അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു ഇതിനോടുള്ള പ്രതികരണത്തിന് അർത്ഥമുള്ളൂ എന്നത് ഗിരീഷ് കുമാർ പറഞ്ഞു വെക്കുന്നു. ഏതായാലും വിവാദങ്ങളിൽ തുടർച്ചയായി പെടുന്ന തിരുവമ്പാടി ദേവസ്വം സംസ്ഥാന പോലീസിന്റെ വീഴ്ചകൾ, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള തുടക്കം മുതലുള്ള നിലപാട് ആവർത്തിക്കുകയാണ്. ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തള്ളിപ്പറയുകയും ത്രിതല അന്വേഷണത്തെ അത് പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം പറയുകയും അതോടൊപ്പം തന്നെ CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ 2024-ലെ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുകയാണ്. സേതു, ശരി ലെവിൻ, അജിത് കുമാറിന്റെ ഈ ദേവസ്വം
തിരുവമ്പാടി ദേവസ്വത്തെ പഴിച്ചുള്ള റിപ്പോർട്ട്, ഇത് നേരത്തെ DGP തള്ളിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ പൂരം കളിക്കതിൽ ആരാണ് ഉപഭോക്താക്കൾ, ആർക്കാണ് നേട്ടം കിട്ടിയത് എന്നൊരു കാര്യം മാത്രം ഇതിൽ പരാമർശിക്കുന്നില്ല. തിരുവമ്പാടി ദേവസ്വത്തിന് അതിരൂക്ഷമായ വിമർശനവുമുണ്ട്. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നേരത്തെ വിവരാവകാശ നിയമപ്രകാരം വഴി പോലും ശ്രമിച്ചിരുന്നതാണ് ഈ റിപ്പോർട്ടൊന്ന് കിട്ടാൻ. ആ സമയത്ത് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നൊരു സാഹചര്യം എന്താണ് എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും VS സുനിൽകുമാർ അടക്കം പറയുന്നത് പോലെ പൂരം കലക്കി BJPയെ ജയിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ ഒരു പരാമർശവും ഈ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശും തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയനും.